നിയമത്തിൽ ഒരു വചനമുണ്ട്. പരിശുദ്ധാത്മാവ് അള്ളാഹു എന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണോ? ഇതാണ് എന്റെ ചോദ്യം. സഹോദരി 2 ചോദ്യം ചോദിച്ചു. ഒന്നാമത്തേത് പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നാണ്. ഖുർആനും ഇസ്ലാമും അനുസരിച്ച് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താണ്? ആരാണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് എല്ലായിടത്തും കറങ്ങി നടക്കുന്നു എന്ന് ബൈബിൾ പറഞ്ഞതിന്റെ അർത്ഥമെന്താണ്? പരിശുദ്ധാത്മാവും ദൈവവും വെവ്വേറെയാണ്. സഹോദരി 2 ചോദ്യം ചോദിച്ചു. ഈ 2 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുമോ? എനിക്ക് മൊത്തം 4 ചോദ്യങ്ങളുണ്ട്. ആദ്യം 2 എണ്ണത്തിന് ഉത്തരം പറഞ്ഞാൽ ശേഷം 2 എണ്ണം ചോദിക്കുമല്ലേ? അല്ല, അതെ, തീർച്ചയായും. സഹോദരൻ പകർന്നു തന്ന അറിവ് പ്രകാരവും താങ്കളുടെ വീഡിയോ കണ്ടത് പ്രകാരവും 70% എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ സത്യസന്ധമായാണ് ഇത് പറയുന്നത്. ഇൻഷാ അല്ലാഹ് 4 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ അതെ, 100% ഇസ്ലാം സ്വീകരിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കും. സഹോദരി 2 ചോദ്യം ചോദിച്ചു. ശേഷം 2 ചോദ്യം ചോദിക്കാനുമുണ്ട്. ബൈബിളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞതുപോലെയല്ല ഇസ്ലാമിൽ പറയുന്നത്. കാരണം ക്രൈസ്തവർ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ത്രിയേകത്വത്തിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്നു. ത്രിയേകത്വ ദൈവസങ്കല്പം ബൈബിളിൽ എവിടെയുമില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവരാണവർ. പിതാവ് എന്നാൽ ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ സ്വർഗത്തിൽ ചുറ്റിക്കറങ്ങുന്ന ശക്തനായ ദൈവമാണ്. പുത്രൻ യേശു അലൈഹിസ്സലാമയാണ്. കിങ് ഓഫ് കിങ്സ് എന്ന സിനിമയിലെ ജെഫ്രി ഹംഗറിനെ പോലെ നീലക്കണ്ണുള്ള സുന്ദര മൂക്കുള്ള ആളാണ്. പരിശുദ്ധാത്മാവ് യേശു അലൈഹിസ്സലാമയെ മാമോദീസ മുക്കിയ പെൻകാസിനെ പോലെയാണ്. ഖുർആനിലെ പരിശുദ്ധാത്മാവിന്റെ ചുമതല എന്താണ്? ഞാൻ വിശ്വസിക്കുന്നത് ഖുർആൻ പ്രധാന ദൈവദൂതനായ ഗബ്രിയേലിനെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു അയച്ച ഒരു മലക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദൈവിക സന്ദേശം എത്തിച്ചു കൊടുക്കലാണ് അദ്ദേഹത്തിന്റെ ജോലി. വേറെയും ധാരാളം ജോലിയുണ്ട്. പ്രധാന ദൂതനിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ ഒരു പരിശുദ്ധാത്മാവുണ്ടെന്ന് താങ്കൾ പറയുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ത്രിയേകത്വത്തിന്റെ ഭാഗമല്ല, രണ്ടും വെവ്വേറെയാണ്. മലക്ക്, പ്രധാന ദൂതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളാണ്. ബൈബിളിൽ പരിശുദ്ധാത്മാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വ്യത്യസ്തനാണ്. അവരൊന്നല്ല. ഇതാണ് ചർച്ച് പഠിപ്പിക്കുന്നത്. ത്രിയേകത്വം എന്നത് ബൈബിളിൽ എവിടെയുമില്ല. നിങ്ങൾ ഖുർആൻ വായിച്ചാൽ ഖുർആനിൽ 2 സ്ഥലത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. 4-ാം അധ്യായം നിസായിലെ 171 പറയുന്നു, ത്രിത്വം എന്ന വാക്ക് നിങ്ങൾ പറയരുത്, നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കുക. ത്രിത്വം എന്ന വാക്ക് നിങ്ങൾ പറയരുത് എന്ന് ഖുർആൻ പറയുന്നു. 5-ാം അധ്യായം മാഇദ 73-ാം വചനത്തിലും ഇതേ സന്ദേശം ആവർത്തിക്കുന്നു. തീർച്ചയായും അവർ അവിശ്വാസികളാണ്. അല്ലാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ. ത്രിയേകത്വം എന്നത് ഖുർആനിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 2 സ്ഥലത്തും പറയുന്നത് ത്രിയേകത്വം എന്ന പദം ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നാണ്. ഖുർആനിൽ ത്രിയേകത്വം എന്ന പദം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ബൈബിളിൽ പറഞ്ഞിട്ടേയില്ല. ത്രിയേകത്വം എന്നതുമായി ഏറ്റവും അടുത്ത പദം യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വചനമാണ്. അതിൽ പറയുന്നു, 3 സാക്ഷികളാണുള്ളത്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് 3ഉം ഒന്നാണ്. ബൈബിളിന്റെ റിവേഴ്സ് സ്റ്റാൻഡേർഡ് പതിപ്പിൽ വളരെ പ്രമുഖരായ 32 ക്രിസ്ത്യൻ പണ്ഡിതർ പുനഃപരിശോധിച്ച പതിപ്പിൽ പറയുന്നു, യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വചനം വ്യാജമാണ്, കെട്ടിച്ചമച്ചതാണ്. ബൈബിളിൽ നിന്ന് ഈ വചനം ഒഴിവാക്കേണ്ടതാണ്. ബൈബിളിൽ നേരിട്ട് ത്രിയേകത്വം എന്ന പദം പറയുന്നില്ല. എന്നാൽ അതിനോട് അടുത്തുവരുന്ന വചനം ക്രിസ്ത്യൻ പണ്ഡിതർ വ്യാജമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും പറയുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നതും ദൈവം എന്നതും വ്യത്യസ്ത സത്തകളാണ്, അവരൊന്നല്ല. ഖുർആൻ പ്രധാന ദൂതൻ ജിബ്രീലിനെ കുറിച്ച് പറയുന്നു. അത് അല്ലാഹുവിന്റെ ഒരു മലക്കാണ്. സഹോദരി, ഞാൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അതെ സഹോദര. മറ്റു ചോദ്യങ്ങൾ എന്താണ്? എന്റെ 3-ാമത്തെ ചോദ്യം പരിശുദ്ധാത്മാവുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. എല്ലാ പ്രവാചകരും, എബ്രഹാം, ഐസക്, മൂസ, എല്ലാവരും അള്ളാഹുവുമായി സമ്പർക്കം പുലർത്തി. അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരായത് കൊണ്ട് അവർ അള്ളാഹുമായി സമ്പർക്കം പുലർത്തി. അവർക്ക് എന്തെങ്കിലും ശക്തി കിട്ടിയിട്ടുണ്ടാവണം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ചില ശക്തി ലഭിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ അള്ളാഹുമായി സമ്പർക്കം പുലർത്തുന്നത്. ഇതുവരെയും ഞാൻ മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവുമായാണ് അവർ സമ്പർക്കം പുലർത്തിയത് എന്നാണ്. ഇത് ശരിയാണോ? സഹോദരിയുടെ ചോദ്യം, പ്രവാചകർ സർവശക്തനായ അള്ളാഹുവുമായി സമ്പർക്കം പുലർത്തി.
സഹോദരി, ഇംഗ്ലീഷിലെ ഇന്റർസെഡും ഇന്ററാക്ഷനും രണ്ടാണ്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ സംസാരിക്കുക എന്നതാണ് ഇന്റർസെഡ് എന്നത്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ സംസാരിക്കുക എന്നതാണ് ഇന്റർസെഡ് എന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവുമായി സംസാരിക്കാൻ മറ്റൊരാളുടെ ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ 40-ാം അധ്യായം ഗാഫിർ 60-ാം വചനത്തിൽ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് അള്ളാഹു പറയുന്നു. ഇടയിൽ ഒരാളുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ജനങ്ങൾ ഉദാഹരണം പറയാറുണ്ട്, കോടതിയിൽ ജഡ്ജിയുടെ മുമ്പിൽ ഒരു കേസ് വാദിക്കുവാൻ അഭിഭാഷകരെ ഏർപ്പെടുത്തും. അതുപോലെ പ്രവാചകർ നമ്മുടെ അഭിഭാഷകരാണ്. ഇത് മനുഷ്യനായ ജഡ്ജിയുടെ മുമ്പിൽ ശരിയാണ്. കാരണം ജഡ്ജിക്ക് കുറ്റവാളി ആരാണെന്നറിയില്ല, ആരാണ് മോഷ്ടാവെന്നറിയില്ല. അതുകൊണ്ട് ആരാണ് കുറ്റവാളി, ആരാണ് മോഷ്ടാവ്, ആരാണ് നിരപരാധി എന്ന് ജഡ്ജിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. പക്ഷെ അള്ളാഹുവിന് അദൃശ്യമറിയാം. ആരാണ് നല്ലവൻ, ആരാണ് ചീത്ത എന്ന് മറ്റൊരാൾ തെളിയിക്കേണ്ട ആവശ്യം അള്ളാഹുവിനെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് ഇടയാളനാക്കുക എന്നത് തെറ്റാണ്. എന്നാൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രവാചകന് മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അള്ളാഹുവിന് ഒരു ഇടയാളിനെയും ആവശ്യമില്ലെന്ന് ഖുർആനിൽ പറയുന്നു. അള്ളാഹു ഒരു ശുപാർശയും സ്വീകരിക്കുകയില്ല, അന്ത്യനാളിലൊഴികെ. അന്ത്യനാളിൽ ശുപാർശ ചെയ്യാൻ ചില ആളുകൾക്ക് പ്രത്യേകം അനുമതി നൽകും. ഈ പ്രത്യേക അനുമതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് നൽകുക എന്ന് ഒരു ഹദീസിൽ പറയുന്നു. പ്രവാചകർ അള്ളാഹുവുമായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്. അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മറ്റു വേദങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ നമ്മൾ പ്രവാചകരെ മധ്യവർത്തിയാക്കിയാൽ, ഇടയാളന്മാരാക്കിയാൽ പ്രവാചകരുടെ കൽപ്പന സ്വീകരിക്കണം. പക്ഷെ ധാരാളം ആളുകൾ ചെയ്യുന്നത് പോലെ അള്ളാഹു അല്ലാത്ത മറ്റാരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ മനുഷ്യരോട് പ്രാർത്ഥിക്കുന്നവർ പറയുന്നത് അവർ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരാണെന്നാണ്. പക്ഷെ അവരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിച്ചാൽ ഏറ്റവും വേഗത്തിൽ പ്രാർത്ഥന സ്വീകരിക്കും എന്ന വിശ്വാസം തെറ്റാണ്. നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഈ പ്രവാചകർ അള്ളാഹുവിന്റെ ദൂതരാണ്. അവർക്ക് ചില കഴിവുകളുണ്ട്. അവ പ്രത്യേക കഴിവുകളാണ്. അവർക്ക് അള്ളാഹുവോട് സംസാരിക്കാം. അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു ചില മനുഷ്യരെ തെരഞ്ഞെടുത്തു. അള്ളാഹുവിന്റെ ഈ തെരഞ്ഞെടുത്ത വ്യക്തികളെ പ്രവാചകരെന്നോ ദൂതന്മാരെന്നോ വിളിക്കുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ചില മനുഷ്യരെ തെരഞ്ഞെടുത്തതാണ് മറ്റു ജനങ്ങൾക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. അവരെയാണ് പ്രവാചകർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ദൂതരും അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി സമ്പർക്കമുണ്ടാകുന്നു. എന്നാൽ മറ്റു ജനങ്ങൾക്ക് ഈ പ്രവാചകരെ അള്ളാഹുവിന്റെ അടുക്കലെ മധ്യവർത്തികളായി സ്വീകരിക്കാം എന്ന് ഇതിനർത്ഥമില്ല. ഈ പ്രവാചകനോട് പ്രാർത്ഥിക്കാനും പാടില്ല. അള്ളാഹു നമ്മൾ പറയുന്നത് കേൾക്കും. ഇതാണ് ചർച്ച പഠിപ്പിക്കുന്നത്. ജീസസ് അലൈഹിസ്സലാമയിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരും. ഈ ആശയം ഇസ്ലാമിലില്ല, യഥാർത്ഥ ക്രൈസ്തവതയിലുമില്ല. ഇതാണ് സഹോദരി ചർച്ച പഠിപ്പിക്കുന്നത്. ചോദ്യത്തിനുത്തരം പറഞ്ഞു വിശ്വസിക്കുന്നു. അതെ, എന്റെ അവസാനത്തെ ചോദ്യം ഇതാണ്. പുതിയ നിയമം അപ്പോസ്തല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ വിവിധ ഭാഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്ലാമിൽ വിവിധ ഭാഷകളെക്കുറിച്ച് എന്താണ് പറയുന്നത്? അന്നത്തെ വിവിധ ഭാഷകൾ അറിയാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് ഇപ്പോഴുമുണ്ടോ അതോ ഉപേക്ഷിച്ചിട്ടുണ്ടോ? സഹോദരി, ഭാഷകളെക്കുറിച്ചാണ് ചോദിച്ചത്. ഏത് പരാമർശത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് വ്യക്തമാക്കിയാൽ കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കുമായിരുന്നു. ബൈബിളിൽ ധാരാളം സ്ഥലത്ത് ഭാഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഖുർആനും ഭാഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്ന് വ്യക്തമാക്കിയാൽ നന്നായി ഉത്തരം പറയാൻ സാധിക്കുമായിരുന്നു. സാധാരണയായി ബൈബിളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഭാഷകളെ പറയുന്നുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ അതിൽ പറയുന്നു, ഏതൊരു വിശ്വാസിക്കും വിദേശ ഭാഷകൾ മനസ്സിലാക്കാനും സംസാരിക്കാനും സാധിക്കും. ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് വിദേശ ഭാഷ മനസ്സിലാക്കാനും സംസാരിക്കാനും സാധിക്കും. അതാണ് ഞാൻ വില്യം ക്യാമ്പലുമായി നടത്തിയ സംവാദത്തിൽ ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന് ഇന്ത്യയുടെ 100 രൂപ നോട്ട് നൽകി. ഇന്ത്യൻ 100 രൂപ നോട്ടിൽ താങ്കൾക്കറിയുന്നതുപോലെ 22 ഔദ്യോഗിക ഭാഷകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ 100 റുപ്പീസ് എന്നും ഹിന്ദിയിൽ 100 റുപ്പയെ എന്നും വായിച്ചു. ഒരു വിശ്വാസിയാണെങ്കിൽ ബാക്കി 20 ഭാഷകൾ എഴുതിയത് വായിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് സാധിച്ചില്ല. ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ ഭാഷകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഖുർആനിനെ 30-ാം അധ്യായം റൂം 22-ാം വചനത്തിൽ പറയുന്നു, ആകാശഭൂമികളുടെ സൃഷ്ടിയും നിങ്ങളുടെ ഭാഷകളിലും വർണ്ണങ്ങളിലുമുള്ള വ്യത്യാസവും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. അങ്ങനെ നിങ്ങൾ പരസ്പരം തിരിച്ചറിയും. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും. വീണ്ടും ഖുർആൻ പറയുന്നു, അന്ത്യനാളിൽ നിങ്ങളുടെ നാവുകളും കൈകളും മറ്റു അവയവങ്ങളും നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. നിങ്ങൾ എന്തു ചെയ്തു, എന്തു തെറ്റു ചെയ്തു, അതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറയുന്നുണ്ട്. ഭാഷയെക്കുറിച്ചും ഒരു വിശ്വാസിയെ എങ്ങനെ പരീക്ഷിക്കുമെന്നതിനെക്കുറിച്ചും ഖുർആനിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. ബൈബിളിലും ധാരാളം പരാമർശങ്ങളുണ്ട്. സഹോദരി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു.
നന്ദി. എന്റെ അവസാന ചോദ്യം. എനിക്കൊരു മുസ്ലിം സുഹൃത്തുണ്ട്. അദ്ദേഹം എന്നോട് ബൈബിൾ പഴയ നിയമം വായിക്കാൻ നിർദ്ദേശിച്ചു. പഴയ നിയമം വായിച്ച ശേഷം ഖുർആൻ വായിക്കാൻ പറഞ്ഞു. അള്ളാഹു നൽകിയ അവസാന സന്ദേശം ഖുർആനാണെന്ന് താങ്കൾ പ്രത്യേകം പരാമർശിച്ചല്ലോ. താങ്കൾ മുസ്ലിം എന്ന നിലയിൽ എന്നോട് എന്താണ് നിർദ്ദേശിക്കുന്നത്? കാരണം എന്റെ മുസ്ലിം സുഹൃത്ത് പഴയ നിയമം വായിച്ചിട്ട് ഖുർആൻ വായിക്കാനാണ് പറഞ്ഞത്. സഹോദരിയുടെ ചോദ്യം, ഒരു മുസ്ലിം സുഹൃത്ത് ബൈബിൾ പഴയ നിയമം വായിച്ചിട്ട് ഖുർആൻ വായിക്കാൻ പറഞ്ഞു. സഹോദരി, ഇത് നിർബന്ധമില്ല. പഴയ നിയമം, പുതിയ നിയമം എന്നിങ്ങനെ പറയുകയാണെങ്കിൽ അവസാന നിയമം ഖുർആനാണ്. ക്രിസ്ത്യാനികൾ പഴയ നിയമം, പുതിയ നിയമം എന്നിങ്ങനെ പറയുകയാണെങ്കിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവസാന നിയമമാണ്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു പുസ്തകത്തിന് വ്യത്യസ്ത പതിപ്പുകളുണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണമായി നിങ്ങൾക്ക് ഒരു മെഡിക്കൽ പുസ്തകം വേണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാവുന്നതുപോലെ ധാരാളം പുസ്തകങ്ങൾ കാണും. ഒന്നിന് തന്നെ 1-ാം പതിപ്പ്, 2-ാം പതിപ്പ്, 3-ാം പതിപ്പ് എന്നിങ്ങനെ ഉണ്ടാവും. നിങ്ങൾ 1-ാം പതിപ്പാണോ വായിക്കുക, അതോ ഏറ്റവും പുതിയ പതിപ്പോ? തീർച്ചയായും ഞാൻ ഏറ്റവും പുതിയതാണ് വായിക്കുക. ശരി, നിങ്ങൾക്ക് ശരിക്കും 1-ാം പതിപ്പ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഞാൻ 1-ാം പതിപ്പിന്റെ ഫാനാണെങ്കിൽ പ്രശ്നമില്ല, ആദ്യം 1-ാം പതിപ്പ് വായിച്ചോളൂ, ശേഷം ഏറ്റവും പുതിയ പതിപ്പും വായിച്ചോളൂ. പഴയ നിയമവുമായി അത്രയും ബന്ധമുണ്ട്, അത്രയും അടുപ്പമുള്ളതാണെങ്കിൽ ഖുർആൻ 3-ാം അധ്യായം ആൽ ഇംറാൻ 64-ാം വചനത്തിൽ പറയുന്നു, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമമായുള്ളൊരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവിൻ. അതാണ് ഞാൻ പറയുന്നത്. ഹൃദയവുമായി വളരെ അടുത്തതാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പഴയ നിയമം വായിച്ച ശേഷം ഖുർആൻ വായിച്ചോളൂ. രണ്ടിനും സമമായുള്ളത് അംഗീകരിച്ചോളൂ. നിങ്ങൾ പഴയ നിയമവും പുതിയ നിയമവും ഖുർആനും വായിക്കുമ്പോൾ നമുക്കറിയാം, ഈ വേദങ്ങളിൽ പൊതുവായി വരുന്നത് ദൈവം ഏകനാണ്. അവൻ ആരാധനയ്ക്ക് അർഹനാണ്. അവന് ചിത്രമോ രൂപമോ ഇല്ല. യേശു അലൈഹിസ്സലാം ദൈവമല്ലെന്നും പറയുന്നു. ഇരുവേദങ്ങളും പറയുന്നു അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്. സഹോദരി, ഇപ്പോൾ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണോ? തീർച്ചയായും അതെ. സഹോദരി, ദൈവം ഒന്നേയുള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ, ദൈവം ഒന്നേയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ദൈവമല്ലെന്നും എന്നാൽ ദൈവദൂതനാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ, യേശു ഒരു ദൈവദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകനാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ, മുഹമ്മദ് അവസാന പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരി, ഇസ്ലാം സ്വീകരിക്കാൻ താങ്കളെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? ക്ഷമിക്കണം സഹോദരി, ഇസ്ലാം സ്വീകരിക്കാൻ താങ്കളെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? ആരും എന്നെ നിർബന്ധിക്കുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഇസ്ലാം സ്വീകരിക്കുന്നത്? അതെ. കാരണം ഒരാളെ മുസ്ലിമാവാൻ നിർബന്ധിക്കൽ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. അധിക രാജ്യങ്ങളിലും അത് നിരോധിച്ചിട്ടുണ്ട്. ദുബായിലും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാളെ മതം സ്വീകരിക്കാൻ നിർബന്ധിക്കൽ നിഷിദ്ധമായതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഇസ്ലാം സ്വീകരിക്കുന്നത്? സഹോദരി, അതെ. അതുകൊണ്ടാണ് ധാരാളം ചോദിച്ചത്. മാഷാ അല്ലാഹ്. സ്വന്തം ഇഷ്ടപ്രകാരമാണ്. നിങ്ങളെ ആരും പ്രലോഭിപ്പിക്കുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല. ഇന്ത്യയിൽ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം പോലീസുകാർ CID വന്ന് ജാക്കിർ നായിക്ക് എത്ര ഡോളർ തന്നു എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അവർക്ക് പരലോകത്തേക്കുള്ള പണമാണ് നൽകുന്നത്. പരലോകത്തേക്കുള്ള പണം സ്വീകരിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. സഹോദരി, ഞാൻ അറബിയിൽ പറയും, അത് ഏറ്റു പറയുക. ശരി. അഷ്ഹദു അഷ്ഹദു അല്ലാ അല്ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാ ഇല്ലല്ലാ വഅഷ്ഹദു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വറസൂലു. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതായത് ഒരു ദൈവമില്ല, ഒരു ദൈവവുമില്ല അല്ലാഹു അല്ലാതെ. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതായത് പ്രവാചകൻ മുഹമ്മദ് ദൈവത്തിന്റെ ദൂതനും അല്ലാഹുവിന്റെ അടിമയുമാണ്. മാഷാ അല്ലാഹ്. സഹോദരി, ഇപ്പോൾ നിങ്ങൾ ഒരു മുസ്ലിമാണ്. നിങ്ങളുടെ പരിശ്രമം അല്ലാഹു സ്വീകരിക്കട്ടെ. താങ്കൾക്ക് കൂടുതൽ മാർഗനിർദ്ദേശം നൽകാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ ലോകത്ത് നന്മയുണ്ടാവട്ടെ, പരലോകത്ത് അല്ലാഹു സ്വർഗപ്രവേശനം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. സഹോദരി,